Good evening. Good evening, ma'am. നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ചേഞ്ചസ് ഇൻ ദ 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റം എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. സാധാരണ എത്തുന്നവരൊന്നും എത്തിയിട്ടില്ലല്ലോ. 7 മണി ഒരു പ്രശ്നമുള്ള സമയമാണോ? ഇന്ന് ആരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ മിസ്? കുറെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ ഗ്രൂപ്പില്. അതെ അതെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾഡ് വാറിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് വരുന്ന ചാപ്റ്റർ 28ാമത്തെ ചാപ്റ്റർ ആണ്. കൾച്ചറൽ ചേഞ്ച് ഇൻ ദ 20th സെഞ്ചുറി, അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റം. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഈ 20ാം നൂറ്റാണ്ടില് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഈ 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വന്നിട്ടുള്ള വളർച്ചയാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഇപ്പൊ നമ്മൾ ക്ലാസ് ഇങ്ങനെ പരസ്പരം കാണാതെ ഓൺലൈനായിട്ട് ചെയ്യുന്നതടക്കം 20ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വന്നിട്ടുള്ള ഒരു മാറ്റാണ്. അപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, വിനോദം, വിദ്യാഭ്യാസം, വിശ്വാസം, മൂല്യങ്ങള്, ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. പണ്ടുണ്ടായിരുന്ന വിനോദങ്ങളല്ല ഇപ്പൊ നമുക്കുള്ളത്. പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയല്ല ഇപ്പൊ നമ്മൾ പിന്തുടരുന്നത്. പണ്ടുണ്ടായിരുന്ന വിശ്വാസങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക മൂല്യങ്ങളോ ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നു. അതുപോലെ പണ്ടത്തേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിലായാലും വാണിജ്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ആണവായുധങ്ങളുടെ നിർമ്മാണം, മനുഷ്യജീവന് ഭീഷണിയായ തരത്തിലുള്ള യുദ്ധങ്ങള്, ഇതൊക്കെയും നമ്മൾ കണ്ടത് 20ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു 1ാം ലോക മഹായുദ്ധം, 2ാം ലോക മഹായുദ്ധം ഒക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണാണ്ടായി ആറ്റം ബോംബ് പോലെയുള്ള വളരെ അപകടകരമായിട്ടുള്ള യുദ്ധ രീതികളൊക്കെ നമ്മൾ പിന്തുടർന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുമൊക്കെ ജീവിച്ചിരുന്നു. അതിനുദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ, അതേപോലെ ഫിസിക്സിൽ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള മാരി ക്യൂറി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹോമി ജെ ബാബ, നമുക്ക് പറയാം നമ്മുടെ അബ്ദുൽ കലാം. ഇവരൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വൻപൻ വളർച്ചയുണ്ടായിട്ടുണ്ട്. വിനോദം, വിശ്വാസം, വിദ്യാഭ്യാസം, മൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാര്യമായ മാറ്റം വന്നു. രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ രാജ്യങ്ങള് മാരകമായിട്ടുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാനും മനുഷ്യജീവന് ഭീഷണിയായ തരത്തിലുള്ള യുദ്ധങ്ങളും മറ്റുമൊക്കെ നടത്താനും തുടങ്ങി. പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ജീവിച്ച കാലഘട്ടമാണ് 20th സെഞ്ചുറി. ഓക്കെ,
ഇനി അപ്പം നമ്മൾ പറഞ്ഞു സാംസ്കാരികമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. സത്യത്തില് എന്താണ് നമ്മൾ സംസ്കാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന മൂല്യങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവരുടെ ആചാരങ്ങള്, ഇതിനെയൊക്കെയാണ് നമ്മള് സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ പറഞ്ഞത് സംസ്കാരത്തിന്റെ മീനിങ് ആണ്. നിങ്ങൾക്ക് 20th സെഞ്ചുറി അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഏതൊക്കെ ഇയർ ആണ്, അല്ലെങ്കിൽ ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെയാണ് എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. 1901 മുതൽ 2000 വരെയുള്ള വർഷങ്ങളെയാണ് നമ്മൾ 20ാം സെഞ്ചുറി എന്ന് പറയുന്നത്. 2001 മുതൽ അങ്ങോട്ട് 21ാം സെഞ്ചുറിയാണ്. അങ്ങനെയാണ് നമ്മൾ സെഞ്ചുറി നോക്കുക കേട്ടോ. അപ്പൊ 90 എന്ന് വെച്ച് തുടങ്ങുന്ന ഇയേഴ്സ് ഒക്കെ 20ാമത്തെ സെഞ്ചുറിയാണ്. 2000 തുടങ്ങുന്ന സെഞ്ചുറി, 2000 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയത് എന്താണ്? 21ാമത്തെ നൂറ്റാണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ട് കണക്കാക്കുക. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആളുകള് എന്താണ്, അവർക്ക് ഇടയിൽ നിലനിൽക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് സംസ്കാരം എന്ന് പറയുക. അപ്പൊ നമ്മള് കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് ഇടയിലുള്ള കുറെ വിശ്വാസങ്ങള്, ആചാരങ്ങള്, നമ്മള് എന്താണ് കൊണ്ടു നടക്കുന്ന കുറെ മൂല്യങ്ങള്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒന്നിച്ച് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയാം. ഇപ്പൊ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന മൂല്യങ്ങള്, വിശ്വാസങ്ങള്, അവരുടെ ആചാരങ്ങള്, ഇതിനെയൊക്കെ ഒന്നിച്ച് നമുക്ക് കൾച്ചർ, സംസ്കാരം എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതുപോലെ ഈ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ക്രിയാത്മകമായ സൃഷ്ടികള്, കലാ, സാഹിത്യം, ഫിലോസഫി, സയൻസ് തുടങ്ങിയ മേഖലകളിലൊക്കെയുള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൃഷ്ടികളെ നമുക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഓക്കെ. ക്രിയാത്മകമായ സൃഷ്ടികൾ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ഇപ്പോ നമ്മുടെ ഈ ഒരു 20ാം നൂറ്റാണ്ടില് 20ാം നൂറ്റാണ്ടില് വന്നിട്ടുള്ള മതത്തിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ അറിയാം, പൊതുജീവിതത്തിൽ മതത്തിന്റെ പങ്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പറയണത്. അതായത് 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് 20ാം നൂറ്റാണ്ടില് നമുക്ക് എന്താണ്, നമ്മള് മതത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടില് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20ാം നൂറ്റാണ്ടിൽ മതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മതേതരത്വ കാഴ്ചപ്പാട്, മാനവികത, ദേശീയത, ജനാധിപത്യം എന്നിവയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മതം എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത് മതപരമായിട്ടായിരുന്നു. അപ്പം കുറെ രാജ്യങ്ങളൊക്കെ ജനാധിപത്യമാവുകയും കുറെ ആളുകളൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസമുള്ളവരായി മാറുകയൊക്കെ ചെയ്തതോടു കൂടിയിട്ട് നമ്മളുടെ ആ മതേതര കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസം വന്നു. നമ്മൾ കുറെയൊക്കെ മതത്തിന്റെ പുറത്തേക്ക് കാണാൻ തുടങ്ങി. മതേതരത്വമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഒരു നൂറ്റാണ്ടിന്റെ എന്താണ് പ്രത്യേകതയാണ്. അതായത് ഞാനിപ്പോ എന്റെ മതത്തിലുള്ളവര് മാത്രം, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടുകൂടി കാണാൻ തുടങ്ങി. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ പ്രോഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഈ ദേശീയത, മാനവികത, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളൊക്കെ എന്താണ്, നമ്മുടെ പൊതുജീവിതത്തിൽ മതത്തിന്റെ പങ്ക് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. അതുപോലെ തന്നെ മതങ്ങളുടെ കാഴ്ചപ്പാടുകള് മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള രാഷ്ട്രം, കല തുടങ്ങിയിട്ടുള്ളതിനെ ഒക്കെ ബാധിക്കാതെയായി ഈ ഒരു നൂറ്റാണ്ടിൽ എന്നുള്ളതാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ കലാകാരന്മാർ ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് മതത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. ഒരു രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ്, മതത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു. മതം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ എന്താണ്, സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള രാഷ്ട്രം, കല, അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടിനെയും ബാധിക്കാത്ത തരത്തിലേക്ക് മതത്തെ മാറ്റി നിർത്താൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്.
ഇനി സാംസ്കാരിക പരിവർത്തനങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സംസ്കാരം ഒരുപാട് മാറി. സാംസ്കാരിക പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു സംസ്കാരം നമ്മൾ കുറെ കാലങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്ന മൂല്യങ്ങള്, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിലൊക്കെ മാറ്റം വന്നു. അതാണ് സാംസ്കാരിക പരിവർത്തനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സാംസ്കാരിക പരിവർത്തനത്തിന് വിദ്യാഭ്യാസത്തിന് കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ശാസ്ത്രീയവും മതേതരത്വപരവുമായ അറിവിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപ് നമുക്കറിയാം, ബ്രാഹ്മണർക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് തന്നെ അവർ പഠിച്ചിരുന്നത് മതപഠനമായിരുന്നു. അവരുടെ മതത്തെക്കുറിച്ച്, പുരാണങ്ങളെ കുറിച്ച്, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ പുരാണങ്ങളെ കുറിച്ച്, മഹാഭാരതം, രാമായണം, ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നു. ഇസ്ലാം ആണെങ്കിൽ എന്താണ്, ഖുർആൻ, അങ്ങനെ മതസംബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അങ്ങനെ മതത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. ചുരുക്കം ചില ആളുകളിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറയണത്. അപ്പൊ 20-ാം നൂറ്റാണ്ടിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാറ്റം വന്നു. ഇന്ത്യയിൽ ആ ഒരു മാറ്റം വരാനുള്ള കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പഠന രീതിയിലേക്ക് നമ്മൾ വന്നു. അതുപോലെ തന്നെ മതേതരത്വപരമായിട്ടുള്ള അറിവിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിൽ തുടങ്ങി. വായന, എഴുത്ത്, കണക്കുകൂട്ടൽ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതുവരെ വേദങ്ങൾ ഉരുവിട്ട് പഠിക്കുക, ഖുറാൻ മനഃപ്പാടമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും മാത്സും ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ദേശത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കാൻ തുടങ്ങി. ദേശത്തിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളായി മാറിയത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേശത്തിന്റെ ചരിത്രമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കുറെ ഹിസ്റ്ററി ഇങ്ങനെ കാണാതെ പഠിക്കുക, മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. നമ്മുടെ നാട് കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ കടന്നു വന്നിട്ടുള്ള പാതകൾ ഏതൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ചരിത്രം പഠിക്കുന്നത്. അപ്പൊ ദേശത്തിന്റെ ചരിത്രം വിദ്യാഭ്യാസ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തി വായന, എഴുത്ത്, കണക്കുകൂട്ടൽ ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കി, അല്ലെ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നിയമത്തിലൂടെ തന്നെ നിർബന്ധിത വിദ്യാഭ്യാസം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന അത് അവകാശമാക്കി മാറ്റി, മൗലിക അവകാശമാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, അതായത് കോളേജ് വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ 20th സെഞ്ചുറിയിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങള് നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ കണ്ടു എന്നുള്ളതാണ്. ഓക്കെ. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സാമൂഹ്യ സാംസ്കാരിക പ്രകടനങ്ങളിൽ സജീവമായി അടിച്ചമർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രഭുത്വം, മുതലാളിത്ത മനോഭാവം എന്നിവയെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എതിർത്തു. എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ യുവാക്കളാണ്, അല്ലെ? കോളേജുകളിൽ എത്തുന്നത് യുവാക്കളാണ്. തീർച്ചയായിട്ടും അവര് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ ചോദ്യം ചെയ്യുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങളിൽ അവര് സജീവമായിട്ട് ഇടപെടാനും തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ അവര് ശബ്ദമുയർത്തി. അതുപോലെ തന്നെ പ്രഭുത്വം, നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ കീഴിലാണ് ഈ അടിയാളന്മാർ എന്നുള്ള പേരിൽ കർഷകർ ജോലി ചെയ്തിരുന്നത്. അപ്പൊ കർഷകർക്ക് എന്നും കഷ്ടപ്പാടും ദുരിതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പ്രഭുത്വത്തെ അവർ ചോദ്യം ചെയ്തു, മുതലാളിത്ത മനോഭാവത്തെ ചോദ്യം ചെയ്തു. ഇതൊക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇടപെടലുകളായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഭാഷാ ഭൂപടത്തിലും മാറ്റം വന്നു എന്ന് പറയാൻ പറ്റും. ഭാഷാ ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഭാഷകള്, അതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജസ്, അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് നിന്നും ഓരോരോ ഭാഷകൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. അങ്ങനെ ദേശീയ ഭാഷകളുടെ വളർച്ച
കണ്ട ഒരു കാലഘട്ടമായിരുന്നു ഈ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 6500ഓളം ഭാഷകള് എന്താണ് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ഭാഗങ്ങളിലായിട്ടും 6500ഓളം ഭാഷകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ്വിഭാഷാ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കി. അതായത് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ ദ്വിഭാഷാ സമ്പ്രദായം നടപ്പിലാക്കി. ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അതത് ദേശത്തിന്റെ ഭാഷ അല്ലെ, അതിന്റെ കൂടെ നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കുന്നു. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം പഠിക്കുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പഠിക്കുന്നു. അങ്ങനെ എന്താണ് ഒന്നിലധികം ഭാഷകള് പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ വന്ന മാറ്റമാണ്. അതുപോലെ തന്നെ ഭാഷകൾ തമ്മിൽ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്ന രീതി, അതായത് നമ്മളുടെ ഇപ്പത്തെ സംഭാഷണ രീതി. നമ്മൾക്കറിയാം, മലയാളം നമുക്ക് കൃത്യമായിട്ട് മുഴുവനായിട്ടും മലയാളം സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടില്. കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളിൽ നിന്നുള്ള വാക്കുകള് നമ്മുടെ സംസാരത്തിലേക്ക് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭാഷകൾ തമ്മിൽ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്ന ഒരു രീതി, ഇപ്പൊ നമ്മൾ മംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു രീതിയൊക്കെ ഈ 20-ാം നൂറ്റാണ്ടിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരു ആഗോള ഭാഷാ പദവി ലഭിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഈ 20-ാം സെഞ്ചുറി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും എന്താണ് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ജോലിക്കോ ഒക്കെ ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിന് ഒരു ആഗോള ഭാഷാ പദവി ലഭിച്ചതും ഈ ഒരു 20-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ളതല്ല. നമ്മുടെ സംസ്കാരത്തില് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മേഖലകളെയാണ് ഇവിടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. നിങ്ങൾ സോഷ്യോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ഈസ് ദ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ സ്ഥാപനങ്ങൾ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പൊ സാംസ്കാരിക സ്ഥാപനങ്ങൾ സംസ്കാരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മേഖലകൾ അല്ലെങ്കിൽ ആ ഒരു റോള് വഹിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പാരമ്പര്യമാണ്, മറ്റൊന്ന് വിദ്യാഭ്യാസം, മതം, ഭാഷ, മാസ് മീഡിയ. ഇപ്പൊ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യം, വിദ്യാഭ്യാസം, മതം, ഭാഷ, മാസ് മീഡിയ. ഇത്തരം ഘടകങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, സാംസ്കാരിക മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് 20-ാം നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വന്നിട്ടുള്ള വളർച്ച, അതുപോലെ എന്താണ് വിനോദം, വിദ്യാഭ്യാസം, വിശ്വാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ബന്ധം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ എന്താണ് രാജ്യങ്ങള് മാരകമായിട്ടുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുക, യുദ്ധങ്ങളുടെ എണ്ണം കൂടുക, ഇതൊക്കെ സംഭവിച്ചതും ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. പൊതുജീവിതത്തിൽ മതത്തിന്റെ പങ്ക് കുറഞ്ഞു വന്നു എന്നുള്ളത് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. സാംസ്കാരിക പരിവർത്തനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അതേപോലെ എന്താണ് ഭാഷാ ഭൂപടത്തില് വന്നിട്ടുള്ള മാറ്റം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. അതായത് പാരമ്പര്യത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, മതത്തിലൂടെ, ഭാഷയിലൂടെ, മാസ് മീഡിയയിലൂടെ ഒക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ സംസ്കാരത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ മുന്നിൽ ഇങ്ങനെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. അതേ സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഇത് പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പൊ മാസ് മീഡിയയിലൂടെ എങ്ങനെ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിലേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് നമ്മളെ കേരളത്തിന് ഉണ്ടായിരുന്ന ഒരു സംസ്കാരം, ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ വേഷം എടുത്താൽ തന്നെ പണ്ട്
കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണവും ഇപ്പോഴത്തെ വസ്ത്രധാരണവും തമ്മിലുള്ള എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്താണ്, മാസ് മീഡിയ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് മീഡിയാസിലൂടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ പുതിയ രീതി സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഘടകങ്ങളിലൂടെ എന്താണ്, സാംസ്കാരിക മാറ്റം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയാ മൊഡ്യൂള് തീർന്നിട്ടുണ്ട്. ഇനി ബാക്കി ബാലൻസ് ഉള്ളത് 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂളിൽ നമ്മള് 6A 2 ചാപ്റ്റർ എടുത്തു വെച്ചതാണ്. ഒന്ന് ടുവേർഡ്സ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റും ഏർലി സ്റ്റേറ്റും. അങ്ങനെ 2 സ്റ്റേറ്റുകൾ ഏർലി സ്റ്റേറ്റ്സ്, മിഡീവൽ സ്റ്റേറ്റ്സ്, ഇത് രണ്ടും നമ്മൾ എടുത്തു വെച്ചതാണ്. ഇനി കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ് നമുക്ക് ബാക്കിയുള്ളത്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 6B ആണ്, കൾച്ചർ ഇൻ ഇന്ത്യ, കണ്ടംപററി കൾച്ചർ സിറ്റുവേഷൻ, കൾച്ചറൽ പ്രൊഡക്ഷൻ, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഒരു 3 ചാപ്റ്റർ, ചെറിയ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു 6th B നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാന്ന് വിചാരിക്കുകയാണ്. 6A നമ്മൾ ഓൾറെഡി എടുത്തു, ഇനി ഒരു ചാപ്റ്റർ എടുക്കാനുണ്ട്. അപ്പൊ അത് കഷ്ണമായിട്ട് കിടക്കായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റത്തെ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഒരു ക്ലാസ്സിൽ നമ്മൾ അന്ന് എടുത്തത് ഒന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം, അതിന്റെ കൂടെ കൊളോണിയൽ സ്റ്റേറ്റും കൂടി പറഞ്ഞു പോവാന്ന് വിചാരിക്കുകയാണ്. ഇന്ന് 6B ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു മൊഡ്യൂൾ നിങ്ങൾ എടുത്തിട്ട് പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എന്താ പറയാ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇല്ലേ. 10-35 മാർക്കിന് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടിയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് അങ്ങനെ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസും കൂടി എടുത്തു പോവേണ്ടതുണ്ട്. അപ്പൊ അത് ക്ലാസ് തരാം കേട്ടോ. കുറച്ച് ഒരു 10-100 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും എക്സാമിന്. പോർഷൻ തീർന്നതിന് ശേഷം അതിലേക്ക് പോവാം. മൊഡ്യൂള് 6B ആണത്. അപ്പൊ 3 ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ എടുത്ത് തീർക്കാം കേട്ടോ. കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. 29B, അതായത് 6Bയിലെ 29 ചാപ്റ്റർ ആണ് കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സമകാലീന സാംസ്കാരിക പശ്ചാത്തലം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിവിധ രൂപത്തിലുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. സാംസ്കാരിക ആവിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറെ ഡാൻസ് ഫോം, ലിറ്ററേച്ചർ, നമ്മുടെ നാടൻ കഥകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സാംസ്കാരിക പശ്ചാത്തലം എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്ററിന്റെ പേരൊന്നും കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. വിവിധ രൂപത്തിലുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് നമുക്കൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തെ നമ്മൾ മറ്റൊരാളുടെ മുന്നിലേക്ക് ആവിഷ്കരിച്ച് കാണിക്കുന്നത് വിവിധ രൂപങ്ങളിലൂടെ ആയിരിക്കും. അതെങ്ങനെയൊക്കെ ആയിരിക്കാം? സംഗീതത്തിലൂടെ ആവാം, സാഹിത്യത്തിലൂടെ ആവാം, നൃത്തത്തിലൂടെ ആവാം, നാടോടി കഥകളിലൂടെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കൊത്തിവെക്കുന്ന സ്തൂപങ്ങളിലൂടെയൊക്കെ ആവാം. അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ അതെങ്ങനെയാണോ മറ്റൊരാളോട് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്, അതിനെയാണ് സാംസ്കാരിക ആവിഷ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിലൂടെയാണോ നമ്മൾ ചെയ്യുന്നത്, അതാണ് ഈ ഒരു വിവിധ രൂപങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിവിധ രൂപത്തിലുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് സംഗീതം, സാഹിത്യം, നൃത്തം, നാടോടി കഥകള്, സ്തൂപങ്ങള്, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സംസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ സൂചിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഒരു സംഗീതം, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിനൊരു ആശയം ഉണ്ടായിരിക്കും. ആ ആശയം ആവിഷ്കരിക്കുകയാണ് ആ ഒരു സംഗീതത്തിലൂടെ ചെയ്യുന്നത്. നമ്മളൊരു കഥ വായിക്കുമ്പോൾ അതിനൊരു ആശയം ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ആശയത്തെ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡാൻസ് കാണാണ്, അതിനൊരു ആശയം ഉണ്ടാവും, അല്ലെ? നമ്മളൊരു കഥ,
നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേൾക്കുകയാണ്. നാടോടി കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണ്ട് കാലം മുതലുള്ള കഥകളാണ്. അപ്പൊ അതിനൊരാശയം ഉണ്ടായിരിക്കും. ഒരു സ്തൂപം കാണുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു എന്താണ് ഒരു പ്രതിമ കാണുകയാണ്, ഒരു വിഗ്രഹം കാണുകയാണ്, ഒരു പ്രത്യേക ആശയം ഉണ്ടായിരിക്കും. അപ്പൊ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള രൂപങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാൻ പറ്റും. ഓരോന്നിനും എന്താണ് വിഭിന്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ സംഗീതമാവട്ടെ പലതരത്തിലുള്ള സംഗീത ശാഖകളുണ്ട്, സാഹിത്യമാകട്ടെ പലതരത്തിലുണ്ട്, നൃത്തമാകട്ടെ പലതരത്തിലുണ്ട് അല്ലെ. ക്ലാസിക്കൽ ആയിട്ടുള്ള നൃത്തമുണ്ട്, വെസ്റ്റേൺ ഡാൻസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ രൂപങ്ങൾക്കും, സംഗീതത്തിനായാലും സാഹിത്യത്തിനായാലും നൃത്തത്തിനായാലും കഥകൾക്കായാലും ഒക്കെ എന്തുണ്ട്, അതിനൊക്കെ വിഭിന്നങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് സംസ്കാരത്തെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, ജനകീയ സംസ്കാരമെന്നും ക്ലാസിക്കൽ സംസ്കാരമെന്നും. ഓക്കെ, അപ്പൊ സംസ്കാരത്തെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാൻ പറ്റും, രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. പോപ്പുലർ ഓഫ് ഫോക്ക് കൾച്ചർ അല്ലെങ്കിൽ ജനകീയ സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ക്ലാസിക്കൽ കൾച്ചർ, ക്ലാസിക്കൽ സംസ്കാരങ്ങൾ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. നിങ്ങൾ രണ്ടും ഓർത്തു നോക്കുക. ഒരു എന്താണ് ഒരു നോർമൽ ഡാൻസ് അല്ലെങ്കിൽ ഒരു ഫോക്ക് ഡാൻസ് അത് എടുത്തു നോക്കുക, ഒരു ക്ലാസിക്കൽ ഡാൻസ് എടുത്തു നോക്കുക. രണ്ടും തമ്മിൽ എന്തൊക്കെയാ വ്യത്യാസങ്ങൾ ഉള്ളത് ഒന്ന് ഓർത്തു നോക്കൂ. സാധാരണ ഒരു സിനിമാ പാട്ട്, ഒരു ക്ലാസിക്കൽ, ഒരു കർണാട്ടിക് മ്യൂസിക്, എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം ഉള്ളത്? ഒരു വ്യത്യാസവും ഇല്ല, ആർക്കും ഒന്നും പറയാനില്ല. ക്ലാസിക്കൽ ആവുമ്പോൾ കേരളത്തിന്റെ ഒരു ഇതായിട്ടാണ് വരിക, മറ്റേത് വെസ്റ്റേൺ കൾച്ചറാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അല്ല, നമ്മൾ ഇന്ത്യന്ന് എടുക്കണ്ട, നമ്മൾ ഇന്ത്യയുടെ കാര്യമല്ല പറയണത്, നമ്മൾ മൊത്തത്തിലുള്ള കാര്യമാണ് പറയണത്. ഒരു ഡാൻസ് ഒക്കെ ആവുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ക്ലാസിക്കൽ ആവുമ്പോൾ അതിനെപ്പറ്റി അറിവുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ്, ഫോക്ക് ആവുമ്പോ ജനകീയ സംസ്കാരം എന്ന് പറയണത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു സിനിമാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും അല്ലെ. എന്താണ് അതിന്റെ വരികള്, എന്താണ് അതിന്റെ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളൊന്ന് 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയുന്ന രീതിയിൽ നമുക്കത് പാടി നടക്കാൻ കഴിയും. പക്ഷെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് ആസ്വദിക്കുന്ന ആളാവണം, നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളാവണം. അത് ഏത് രാഗാന്ന് അറിയണമെങ്കിൽ അതിനെ പറ്റി അറിയണം അല്ലെ. അതൊന്ന് മൂളി നോക്കണമെങ്കിൽ പോലും നമ്മൾ കുറച്ചെങ്കിലും അത് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. അപ്പോ ഫോക്ക് കൾച്ചറും എന്താണ് നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളാണ് ഫോക്ക് കൾച്ചറിൽ വരുന്നത്. ഒരു കർഷകൻ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ട്, സാധാരണ കൊയ്ത്തുപാട്ട്, അതെന്തിൽ വരും? അത് ഫോക്ക് കൾച്ചറിൽ വരും. കാരണം സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഫോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അവര് അതിലൂടെ പ്രകടമാക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ സാംസ്കാരിക മൂല്യങ്ങളും ആശയങ്ങളും ഒക്കെ ആയിരിക്കും. പാട്ടുകള്, നൃത്തം, കഥ പറച്ചില്, ഇതൊക്കെ എന്താണ് ഫോക്ക് കൾച്ചറിൽ വരുന്നതാണ്. ഇനി ഈ ഒരു ഫോക്ക് കൾച്ചറിൽ നിലനിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സാധാരണ സംസ്കാരം, ജനകീയ സംസ്കാരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വില കുറഞ്ഞ, അതുപോലെ തന്നെ ചെറിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഫോക്ക് കൾച്ചറിനകത്തുള്ളത്, ജനകീയ സംസ്കാരത്തിനകത്തുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലാസിക്കൽ സംസ്കാരം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എന്താണ് കലാരൂപങ്ങള് ഒക്കെ ക്ലാസിക്കൽ കൾച്ചറിൽ ഉൾപ്പെടുന്നതാണ്. സമ്പന്നതയുമായിട്ടാണ് നമുക്ക് ഈ ക്ലാസിക്കൽ കൾച്ചറിനെ കെട്ടിവെക്കാൻ പറ്റുന്നത്. ഓക്കെ, അത്യാവശ്യം കുറച്ച് സമ്പത്തുള്ളവർക്ക് മാത്രം സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് കാളിദാസനെ ഒരു ക്ലാസിക്കൽ കവിയായിട്ട് പറയാൻ പറ്റും. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമായിട്ട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മള്
ചിലവേറിയതാണ്. നമുക്കത് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലവുണ്ട്, അതുപോലെ തന്നെ സമയം വേണം, നമ്മൾ അത്യാവശ്യം സമ്പത്തുള്ളവരായിരിക്കണം. ഇങ്ങനെ അതേപോലെ വളരെ വികസിച്ച് കിടക്കുന്ന ഒരു മേഖലയായിരിക്കും. അപ്പൊ നമ്മളൊരു ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ച് അരങ്ങേറ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ വർഷമൊക്കെ കഴിയണം നമുക്ക് അതിന്റെ അരങ്ങേറ്റമൊക്കെ കഴിയണമെങ്കിൽ, അല്ലെ? ഒരു അരങ്ങേറ്റത്തിന് ഇപ്പത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 30,000 രൂപയാണ്. അപ്പോൾ ചിലവേറിയതാണ്. അപ്പൊ ക്ലാസിക്കൽ സംസ്കാരം എന്ന് പറയുന്നത് സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫോക്ക് കൾച്ചറും ക്ലാസിക്കൽ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യരുടെയും അതുപോലെ തന്നെ മനുഷ്യന്റെ കൾച്ചറിനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ പഠനത്തിലൂടെയൊക്കെയാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന ആളുകളെയാണ് നരവംശ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനുഷ്യരെ കുറിച്ചുള്ള പഠനം വിളിക്കുന്നത് നരവംശ ശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്നാണ്. ഓക്കെ, അപ്പോ സ്റ്റഡി ഓഫ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന്ത്രോപോളജി ആണ്. നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. മനുഷ്യരെ കുറിച്ചുള്ള പഠനം, മനുഷ്യൻ ഉണ്ടായ കാലഘട്ടം മുതലുള്ള മനുഷ്യരെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ അത് ആന്ത്രോപോളജി ആണ്, നരവംശ ശാസ്ത്രമാണ്. ഒരിക്കലും നമ്മളത് ഹിസ്റ്ററി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ്. അല്ലെങ്കിൽ എന്താണ്? ചരിത്രം എന്ന് പറയുന്നത് പഴയ കാലത്തെ കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രമാണ് അല്ലെങ്കിൽ ആന്ത്രോപോളജിയാണ്. ഓക്കെ, അപ്പോ നരവംശ ശാസ്ത്രജ്ഞരുടെ ഒരു നിർവചനം എന്ന് വെച്ചാൽ അവര് എന്തിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ആചാരങ്ങള്, വിശ്വാസങ്ങള്, ജീവിത രീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പഠന വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് ഈ നരവംശ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പഠനത്തിലൂടെയാണ് നമ്മൾ പണ്ട് കാലത്ത് എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്, ഇപ്പൊ നമ്മുടെ ആചാരങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, പണ്ട് കാലത്തെ വിശ്വാസങ്ങൾ എന്തായിരുന്നു, പണ്ട് കാലത്തെ മനുഷ്യന്റെ ജീവിത രീതി എന്തായിരുന്നു, ഇതൊക്കെയാണ് ഇവർ പഠന വിഷയമാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ പുരാവസ്തു ഗവേഷകരും സംസ്കാരവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പുരാവസ്തു ഗവേഷകരും നരവംശ ശാസ്ത്രജ്ഞരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പഠന വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങള്, വിശ്വാസങ്ങള്, ജീവിത രീതികള്, ഇതൊക്കെയാണ് അവര് പഠന വിഷയമാക്കുക. പക്ഷെ ഒരു പുരാവസ്തു ഗവേഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കിയോളജിസ്റ്റ് ആണ്, അല്ലെ? ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രമാണ്. ആർക്കിയോളജി, പുരാവസ്തു ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? പഴയ സാധനങ്ങൾ എടുത്ത് പഠിക്കുന്നതാണ് പുരാവസ്തു ശാസ്ത്രം. പഴയ രീതികൾ എടുത്ത് പഠിക്കുന്നതാണ് എന്ത്? ആന്ത്രോപോളജി. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പഴയ വീടുകള്, ഉപകരണങ്ങള്, പാത്രങ്ങള്, പ്രതിമകള് തുടങ്ങിയവയൊക്കെ പഠന വിഷയമാക്കിക്കൊണ്ട് പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നവരാണ് പുരാവസ്തു ഗവേഷകര്. അപ്പൊ ഇത്തരം ഇപ്പൊ നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ, അല്ലെ? ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പാത്രങ്ങളും വീടുകളുടെ അവശിഷ്ടങ്ങളും പ്രതിമകളൊക്കെ, അതിൽ നിന്നൊക്കെയാണ് അന്നത്തെ കാലത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് ചെയ്യുന്നത് പുരാവസ്തു ഗവേഷകരാണ്. അപ്പൊ അവര് ഇത്തരം സാധനങ്ങൾ, അവർക്ക് കിട്ടുന്ന സാധനങ്ങളെ എടുത്തു പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ അവരുടെ ഒരു പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് പഴയ സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണെന്നുള്ളതാണ്. അതായത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു പഴയ കാലത്ത് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ തുടർന്നു വരികയാണ്. അതിൽ കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഒരു സംസ്കാരം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സംസ്കാരവും പ്രധാനമായിട്ടും മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുരാവസ്തു ഗവേഷകരുടെയും നരവംശ ശാസ്ത്രജ്ഞരുടെയും ഒക്കെ പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ പണ്ട് കാലത്തുണ്ടായിരുന്ന അമ്പലങ്ങള്, പള്ളികള്, ഇതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജനതയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു ഹിന്ദുക്കളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നമ്മളുടെ മതവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ സംസ്കാരം എടുക്കുമ്പോൾ തന്നെ കേരളത്തില് പല വിഭാഗം ആളുകൾക്ക് പലതരത്തിലുള്ള സംസ്കാരമുണ്ട്. നമ്മുടെ സംസ്കാരമൊക്കെ മെജോറിറ്റി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ മതവുമായിട്ട് തന്നെയാണ്. നമ്മുടെ ആചാരങ്ങൾ, അല്ലെ? നമ്മൾക്ക് പല മതക്കാർക്കും പല ആചാരങ്ങളുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ, അല്ലെ? പല മതക്കാർക്ക് പല ആഘോഷങ്ങളുണ്ട്. അപ്പൊ എല്ലാം വ്യത്യസ്ത
ആണ്. നമ്മളെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഹിന്ദു വീട്ടിലാണെങ്കിൽ അവരുടെ ആചാരം വേറെയാണ്, മുസ്ലിം വീട്ടിലാണെങ്കിൽ ആചാരം വേറെയാണ്, ക്രിസ്ത്യൻസിന്റെ വീട്ടിലാണെങ്കിൽ ആചാരം വേറെയാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ഒരാൾ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങള് ഓരോ വിഭാഗത്തിന്റെയും സംസ്കാരം അവരുടെ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ സംസ്കാരവും സത്യത്തില് എന്താണ് മതവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. ഇനി സാംസ്കാരിക കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്താണ് നമ്മള് കച്ചവടത്തിന് വേണ്ടിയിട്ടും വ്യവസായത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആരാധനാലയങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാറുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ നടത്തത്തിലൂടെ സാംസ്കാരിക കൈമാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കുറെ കാലങ്ങൾക്ക് മുൻപ് ഇന്ത്യ എന്ന് പറയുന്നത് സത്യത്തിൽ കുറെ ഹിന്ദു രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കുറെ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എന്താണ്, അറബികളുമായിട്ടുള്ള നമ്മുടെ കച്ചവട ബന്ധത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് പിന്നീട് മുഗളന്മാർ ഇങ്ങോട്ട് വരികയും ഇവിടെ എന്താണ് ഒരു മുസ്ലിം ഭരണാധികാരം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപാരികള് മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് മുസ്ലിം വ്യാപാരികളും പേർഷ്യൻ വ്യാപാരികളൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഈ എന്താണ് നമ്മുടെ സംസ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതോടുകൂടി നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് കുറെയൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. നമ്മൾ കുറെ പാശ്ചാത്യ സംസ്കാരം നമ്മൾ കുറെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണ രീതി മാറി, നമ്മുടെ ഭാഷയിൽ മാറ്റം വന്നു, അല്ലെ, നമ്മുടെ ജീവിത രീതി മാറി. അപ്പൊ ഇങ്ങനെ പല രീതികളിലൂടെ പ്രധാനമായിട്ടും വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഒക്കെ നമ്മുടെ സംസ്കാരം ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രാജ്യങ്ങൾ കീഴടക്കുന്നതിലൂടെ, തീർത്ഥാടന യാത്രകളിലൂടെ, കുടിയേറ്റങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, സാംസ്കാരിക കൈമാറ്റം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം രീതിയിലൊക്കെയാണ് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെയൊക്കെ സംസ്കാരം രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന് ഉദാഹരണം പറയാം, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ചൈനയിൽ നിന്നാണ് ഇന്ത്യ എന്ത് പഠിച്ചത്, തേയില കൃഷി പഠിച്ചത്. ചൈനക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ടീ പ്ലാന്റേഷൻ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേയില കൃഷി ആരിൽ നിന്ന് പഠിച്ചതാണ്, ചൈനയിൽ നിന്ന് പഠിച്ചതാണ്. അതേപോലെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, ഇന്നിപ്പോ നമ്മൾ എല്ലാ കറിയിലും കൊണ്ടിടുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങും തക്കാളിയും. ഈ സാധനം ഇന്ത്യക്കാരനല്ല, അല്ലെ. അപ്പൊ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാരിലൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് പപ്പായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് നടന്നിട്ടുണ്ട്, സാംസ്കാരിക കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി കൾച്ചറൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ സാംസ്കാരിക നിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കുറെ ചിട്ടകൾ, അതിനെയാണ് സാംസ്കാരിക നിഷ്ഠകൾ എന്ന് പറയുന്നത്. സോ സാംസ്കാരിക നിഷ്ഠകളും സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. താഴത്തെ ആളല്ലേ, കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തരാം. അമ്മനെ ക്ലാസ് കേട്ടെ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്, നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസും അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും തമ്മിൽ എന്താണ് നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ സാംസ്കാരിക നിഷ്ഠകളെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പം ഒരു കല്യാണം എടുക്കുകയാണ്. ഒരു കല്യാണം എടുക്കുമ്പോൾ നല്ല പൈസയുള്ള ആൾക്കാരുടെ കല്യാണത്തിലുള്ള ചടങ്ങുകളും സാധാരണക്കാരന്റെ കല്യാണത്തിലുള്ള ചടങ്ങുകളും വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കല്യാണ ചടങ്ങുകളും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ. അപ്പൊ നമ്മള് എന്താണ് നമ്മളുടെ കുറെ പ്രാക്ടീസസ്, നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ചിട്ടകളൊക്കെ നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി സമൂഹത്തിൽ വളരെ ഉയർന്ന കാസ്റ്റിലുള്ള ഒരാള് അല്ലെങ്കിൽ എന്താണ് വളരെ സ്ഥാനപ്പേരുള്ള ഒരാള്, അയാളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം പോലെ ആയിരിക്കില്ല ഒരു താഴ്ന്ന ജാതിക്കാരന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സാമൂഹിക സാഹചര്യങ്ങള് വസ്ത്രധാരണത്തിലും മറ്റും കൃത്യമായിട്ട് പ്രതിഫലിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും.
വിവാഹിതയായ ആളുകളുടെ വ്യത്യാസം, വിധവകളായ ആളുകളുടെ വസ്ത്രധാരണം, അവിവാഹിതരായ ആളുകളുടെ വസ്ത്രധാരണം, ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒക്കെ എന്താണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഉൾനാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ വിധവകളാണെങ്കിൽ എന്താണ് ഡള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, അല്ലെ? ഇങ്ങനെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളറുള്ള ഡ്രസ്സൊന്നും ധരിക്കില്ല, ഒരുപാട് ആഭരണങ്ങളൊന്നും ഇട്ട് നടക്കില്ല. ഇവരെന്താണ് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ഉൾപ്പെടുത്താന് നമ്മുടെ സമൂഹത്തിനൊരു മടിയുണ്ട്. അപ്പൊ എങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള വസ്ത്രധാരണം, കല്യാണം കഴിച്ചതിനുള്ള ശേഷമുള്ള വസ്ത്രധാരണം, ഒരു 30-40 വയസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ വസ്ത്രധാരണത്തിൽ വരുന്ന മാറ്റം. അപ്പൊ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രധാരണത്തിൽ നല്ല മാറ്റം ഉണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ എന്താണ് കല്യാണത്തിന് പോണ പോലെ അല്ലേ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോവുക, അല്ലെ? അപ്പൊ ശരിക്കും എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വസ്ത്രധാരണത്തിൽ വരെ എന്താണ് മാറ്റം വരുന്നുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കലാരൂപങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസിക്കൽ കലാരൂപങ്ങളൊക്കെ എന്താണ് സമ്പന്നരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപങ്ങളാണ്. അതുപോലെ നമ്മളെ നാട്ടിൽ കാണുന്ന വലിയ വലിയ സ്മാരകങ്ങള്, അല്ലെ? ഇപ്പൊ ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ വലിയൊരു പ്രതിമ ഒന്നും എന്റെ നാട്ടിൽ ആരും ഉണ്ടാക്കി വെക്കില്ല. കാരണം എന്താണ്, ഒരു സാധാരണക്കാരിയാണെന്നുള്ളത് കൊണ്ട്. അപ്പോ വലിയ വലിയ സ്മാരകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭരണാധികാരികള് അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ സാംസ്കാരിക നിഷ്ഠകളും സാമൂഹ്യ സാഹചര്യങ്ങളും കൃത്യമായിട്ട് എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആഗോളവൽക്കരണവും സംസ്കാരത്തിന്റെ മേലുള്ള സ്വാധീനവുമാണ്. ആഗോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള എന്താണ് ആ ഒരു ഇപ്പൊ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോവുക, സാധനങ്ങൾ ഇറക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആള് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങുക. ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്താണ് വളരെ നിയന്ത്രണങ്ങളുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോ 20ാം നൂറ്റാണ്ടില് നമ്മുടെ നാട്ടില് ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഭവം നടപ്പിലായി. ആഗോളവൽക്കരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവനും എന്താണ് ഒരൊറ്റ കുടക്കീഴിൽ വരിക എന്നുള്ളതാണ് ആഗോളവൽക്കരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരൊറ്റ സാംസ്കാരിക ശൃംഖലയുടെ കീഴില് ലോകം മുഴുവൻ നിൽക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ബാക്കിലേക്ക് ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു 10-20 വർഷം മുൻപ് അല്ലെങ്കിൽ 25 വർഷം മുൻപ് ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പോ അവിടെ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നാട്ടിലേക്ക് വരിക. കാരണം എന്താണ്, അവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ ഗൾഫിൽ നിന്ന് വരുമ്പോ ചെറിയൊരു സ്യൂട്ട് കേസ് മാത്രമായിട്ട് വന്നാൽ മതി. കാരണം വീട്ടിലുള്ളവരെ കൂട്ടിയിട്ട് ലുലു മാളിക്ക് അങ്ങോട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കാൻ പറ്റും. കാരണം എന്താ, ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ വരെ നമുക്ക് എവിടെ കിട്ടും? ലുലു മാളിൽ കിട്ടും. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധം എന്താണ് വളരെയധികം ഇൻക്രീസ് ചെയ്തു. അതില് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഇതിനെയൊക്കെയാണ് ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്നത്. MC ലംഘനാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായിട്ട് ഗ്ലോബലൈസേഷന് പകരമായിട്ട് ഉപയോഗിച്ചത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം എന്തായിട്ട് മാറി? ഒരൊറ്റ വില്ലേജ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആധുനിക ആശയവിനിമയ സാധ്യതകൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അകലം കുറച്ചു എന്നാണ് പറയണത്. അപ്പൊ ആഗോളവൽക്കരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള ആ ഒരു ഉയർച്ച ആധുനിക ആശയവിനിമയ സാധ്യതകള് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അകലം കുറച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു കച്ചവടം നടത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ചൈനയിലേക്ക് പോകണം എന്നില്ല, ചൈന മാർക്കറ്റിൽ ഒരു സാധനം വിറ്റഴിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെ? നമുക്കറിയാം ഇപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്ത് വിനിമയം ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അകലം രാജ്യങ്ങൾ തമ്മിലുള്ളത് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും
സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അകലം കുറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ ഉള്ള ഒരാൾക്ക് അമേരിക്കയിലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിന്റെ അല്ലെങ്കിൽ ഒരു കോളിന്റെ ഒക്കെ അത്രയും അകലെയുള്ളൂ. പക്ഷേ ഇന്ത്യയിലുള്ള ആളുകളുടെ ഒരു സാമൂഹിക രീതിയല്ല അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യമല്ല അമേരിക്കയിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് ബാക്കി കാര്യങ്ങളിലുള്ള ഒരു അകലമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ ഒക്കെ ഇംപ്രൂവ്മെന്റ് കൊണ്ട് ആശയവിനിമയ സാധ്യത വർദ്ധിച്ചു, അതുപോലെ സാങ്കേതിക വിദ്യ വർദ്ധിച്ചു. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഗുണം ലഭിക്കുന്നത് നഗരങ്ങളിലുള്ള ആളുകൾക്കാണെന്ന് പറയാൻ പറ്റും, അല്ലെ? ഈ ഗ്രാമങ്ങളില് ഉൾനാടുകളിലുള്ള ആളുകൾക്ക് ഇത്തരം എന്താണ് സംഭവങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പിന്നെയും കുറച്ചു കാലം കൂടി കഴിയേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു ആഗോളവൽക്കരണത്തിന്റെ ന്യൂനതയായിട്ടും കൂടി നമ്മൾ ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ നഗരങ്ങളുടെ ആളുകളുടെ കുത്തകയാണ് ഇത്തരം ആശയവിനിമയ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങള്, സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഏറ്റവും ആദ്യം അനുഭവിക്കുന്നത് നഗരങ്ങളിലുള്ള ആളുകളാണ്. അവർക്കൊക്കെ കിട്ടി, അവരതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പിന്നെയും കുറെ കാലം കഴിയുമ്പോഴേക്കാണ് അത് ഔട്ട്ഡേറ്റഡ് ആയതിനു ശേഷമാണ്, ഒരു ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയതിനു ശേഷമാണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തിരിക്കാം. ഇനി ഈ ഒരു ആഗോള വൽക്കരണം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ആരാണ്? ബഹുരാഷ്ട്ര കമ്പനികളും വലിയ നിർമ്മാതാക്കളുമാണ്. അതെങ്ങനെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എന്താ ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിക്ക് ഇപ്പോ യൂണിലിവർ പോലത്തുള്ള കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവും, അതിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അതെ അതെ, അതാണ് MNC. MNC എന്ന് പറഞ്ഞാൽ അതാണ്. MNC മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതെന്താണ് പല ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പല പല കമ്പനികൾ എന്താണ് മറ്റു രാജ്യങ്ങളിൽ ബഹുരാഷ്ട്രങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, അപ്പൊ ആ കമ്പനിക്ക് പ്രൊഡക്ഷൻ നടത്താൻ കുറച്ച് ചീപ്പായിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ ചെലവ് കുറഞ്ഞ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നത് ചൈനയിലാണെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലായിരിക്കും. ഇനി ഓരോ ഭാഗങ്ങളിൽ ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യാൻ വളരെ കോസ്റ്റ് കുറവായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നത് വേറൊരു രാജ്യത്ത് വെച്ചായിട്ടാണെങ്കിൽ അസംബിൾ ചെയ്യുന്നത് വേറൊരു രാജ്യത്തായിരിക്കും, അല്ലെ? ഇതിന്റെ മാർക്കറ്റ് കിടക്കുന്നത് മറ്റു രാജ്യങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്താണ് പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം ബഹുരാഷ്ട്ര കമ്പനികൾക്കും വലിയ വലിയ നിർമ്മാതാക്കൾക്കുമാണ് ആക്ച്വലി ഈ ഗ്ലോബലൈസേഷന്റെ ഗുണമുള്ളത്. കാരണം അവര് വലിയൊരു തുക മുടക്കിക്കൊണ്ട് എന്താണ് പരസ്യ പ്രചാരണത്തിലൂടെയൊക്കെ അവർക്ക് ഒരു വലിയ വിഭാഗം കൺസ്യൂമേഴ്സിനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ടിവിയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം വലിയ വലിയ കമ്പനികളാണ് അത്രയും ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ ഇറക്കുന്നത്, അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ നിർമ്മാതാക്കളൊന്നും ഇത്തരം വലിയ പരസ്യ പ്രചാരണത്തിലൂടെയോ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടോ ഒന്നും എന്താണ് അവരുടെ കച്ചവടം നടക്കാറില്ല. അപ്പോ ഈ ഒരു ഗ്ലോബലൈസേഷൻ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് ആരാണ്? വലിയ വലിയ നിർമ്മാതാക്കളും ബഹുരാഷ്ട്ര കമ്പനികളും അതുപോലെ തന്നെ എന്താണ് മുതലാളിത്ത രാജ്യങ്ങളൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 30B കൾച്ചറൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സാംസ്കാരിക നിർമ്മിതികൾ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംസ്കാരത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് അന്നത്തെ കുറെ നിർമ്മിതികളിലൂടെയാണ്. അപ്പം ചിത്രകല, അതേപോലെ എന്താണ് എഴുത്തുവിദ്യ, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഒരു കൾച്ചറിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പം അതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്, സാംസ്കാരിക നിർമ്മിതികൾ. ആദ്യം നമുക്ക് ചിത്രകലയെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ചിത്രകലയും കലാകാരന്മാരും.
കലയും കരകൗശല വേലകളും അനുദിന ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് ജോലി എന്ന് പറയുന്നത് എന്താണ്, കരകൗശല വേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ അനുദിന ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് എന്ത്, കലയും കരകൗശല വേലയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകള് വീടുകളുടെ ഉമ്മറപ്പടിയില് പണ്ട് കാലത്ത് ഇങ്ങനെ ഡിസൈനുകളൊക്കെ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അരിപ്പൊടി, മഞ്ഞൾ, കുങ്കുമപ്പൂവ്, അതായത് പല കളറിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മറപ്പടിയിലൊക്കെ ഡിസൈൻ ഉണ്ടാക്കി വെക്കുക. ചില വിഭാഗം ആളുകൾ, നമുക്കറിയാം തമിഴരൊക്കെ എന്താണ്, രാവിലെ ഉമ്മറത്ത് കോലം വരയ്ക്കും, അല്ലെ? അപ്പൊ ഇതൊക്കെ കലയാണല്ലോ, ഇതൊക്കെ ശരിക്കും എന്താണ്, കലയാണ്. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുക, അതെന്താണ്, കരകൗശല വേലയാണ്. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു എന്ത്, ചിത്രകല, അതുപോലെ തന്നെ കരകൗശല വേല എന്നുള്ളതൊക്കെ. ഓക്കെ, പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു പെയിന്റിംഗ് രീതിയാണ് മധുപാണി പെയിന്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഗുഹാചിത്രങ്ങള്, ഇപ്പൊ എടക്കൽ ഗുഹയിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഗുഹാചിത്രങ്ങൾ. അവരിങ്ങനെ കല്ലുകൊണ്ടൊക്കെ കോറിയിട്ടിട്ടുള്ള, പാറയിലൊക്കെ ഇങ്ങനെ കോറിയിട്ടിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ അന്നത്തെ ഒരു ജീവിത രീതി എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അന്ന് പരിചയം ഉണ്ടായിരുന്ന ആനിമൽസ് ഏതൊക്കെയാണ്. അപ്പൊ അവര് എന്താണ്, ഒന്നുകിൽ അവര് ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ വേട്ടയാടിയിരുന്ന മൃഗങ്ങളായിരിക്കാം. അതേപോലെ അവരുടെ ഒരു എന്താണ്, നൃത്തരൂപം എന്തായിരുന്നു, അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇത്തരം ഗുഹാചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പണ്ട് കാലം മുതൽ തന്നെ എന്തുണ്ട്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ചിത്രകല, അതുപോലെ തന്നെ കരകൗശല വേല എന്നുള്ളതൊക്കെ. ഉദാഹരണമായിട്ട് നമുക്ക് ഇത്തരം ഗുഹാചിത്രങ്ങൾ പറയാൻ പറ്റും. അതേപോലെ എന്താണ്, അജന്ത പെയിന്റിങ്ങുകൾ, അജന്ത, എല്ലോറ അജന്ത ഗുഹകളിലുള്ള പെയിന്റിങ്ങുകളിൽ ശ്രീബുദ്ധന്റെ ജീവിത കഥകളൊക്കെയാണ് ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇത്തരം അന്ന് ജീവിച്ചിരുന്ന പ്രഗത്ഭരായ ആളുകളെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്ക് ഇത്തരം പെയിന്റിങ്ങുകളിലൂടെ ഒക്കെ അറിയാൻ പറ്റും. ഇനി പെയിന്റിങ് ഒരു എന്താണ്, ഒരു കലയായിട്ട് വികാസം പ്രാപിച്ചത്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ശാഖയായിട്ട് തന്നെ വികാസം പ്രാപിച്ചത്, അതുവരെ എന്തായിരുന്നു, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കല എന്ന് പറഞ്ഞു, അല്ലെ? സ്ത്രീകളൊക്കെ ഇങ്ങനെ കോലം വരയ്ക്കുക, ഉമ്മറപ്പടിയിൽ ചിത്രം വരച്ചു വെക്കുക, അതേപോലെ മൺപാത്രങ്ങളിൽ ഇങ്ങനെ എന്താണ്, ചിത്രം വരച്ചു വെക്കുക, ഇതൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇതൊരു കലയായിട്ട്, ഒരു പ്രത്യേക വിഭാഗം ആയിട്ട് വികാസം പ്രാപിച്ചത് രാജകൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതിനുദാഹരണം നമുക്ക് എന്താണ്, മുഗൾ പെയിന്റിങ് എന്ന് പറഞ്ഞാൽ ഇറാനിയനും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെയിന്റിങ്ങും തമ്മിലുള്ള ഒരു സമന്വയമാണ് മുഗൾ പെയിന്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇറാനിയൻ സ്റ്റൈലും ഹിന്ദു സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരം പെയിന്റിങ്സ് ആണ് നമുക്ക് ഈ മുഗൾ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പെയിന്റിങ്ങുകളൊക്കെ. അതിനെയാണ് മുഗൾ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ പിന്നീട് എന്തു തുടങ്ങി, പുസ്തകങ്ങളുടെ ചിത്രരൂപത്തിലുള്ള ആവിഷ്കരണമൊക്കെ തുടങ്ങി. അതായത് ഈ ഒരു ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകങ്ങളൊക്കെ ബൈൻഡ് ചെയ്ത് ഇറക്കാൻ തുടങ്ങി. അതിനുദാഹരണമാണ് അബുൾ ഫസൽ രചിച്ചിട്ടുള്ള അക്ബർ നാമ എന്ന് പറയുന്ന ചിത്രം. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹിസ്റ്ററിയിലെ ഏതോ ഒരു ചാപ്റ്ററിൽ കിടക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അക്ബർ നാമ രചിച്ചത് ആരാണ് എന്നുള്ളത് അബുൾ ഫസൽ ആണ് കേട്ടോ, അബുൾ ഫസൽ. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്തപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. അബുൾ ഫസലാണ് അക്ബർനാമ എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെന്തുണ്ട്, ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. അതേപോലെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെയിന്റർ ആയിരുന്നു ഋഷഭ ദേവ എന്ന് പറയുന്നത്, ഒരു ഫേമസ് ആയിട്ടുള്ള പെയിന്റർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് ചിത്രകലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ആദ്യം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ രാജകൊട്ടാരങ്ങളിലൂടെയൊക്കെയാണ് ഇതൊരു പ്രത്യേക കലാരൂപമായിട്ട് എന്താണ് വികസിച്ച് വന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി ടെക്സ്റ്റൈൽസ് ആൻഡ് കോസ്റ്റ്യൂംസ്, ഇന്ത്യൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും, പ്രധാനമായിട്ടും വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥാപരമായ ഘടകങ്ങളുടെ സ്വാധീനം വസ്ത്രങ്ങളിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? കാരണം എന്താണ്, നമ്മള് ഒരു ഭയങ്കരമായിട്ടുള്ള
ചൂടൊക്കെയുള്ള സ്ഥലത്തുള്ള ആളുകൾ കൂടുതലും കോട്ടൺ കമ്പിളി വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ കമ്പിളി വസ്ത്രമൊക്കെ ധരിക്കാറുണ്ട്. അപ്പം കാലാവസ്ഥാപരമായിട്ടുള്ള ഘടകങ്ങൾ ഇന്ത്യൻ വസ്ത്രധാരണ രീതിയെ എന്താണ് കൃത്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. മോഹൻജൊദാരോയിൽ നിന്നൊക്കെ അന്ന് എന്താണ് കോട്ടൺ കൃഷി ചെയ്തിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരന്ന് കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആയിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ കുശാന വംശത്തിലെ സൈന്യത്തിന്റെയൊക്കെ പെയിന്റിങ്സിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കുശാന വംശത്തിലെ സൈന്യം തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ, അതായത് ഇങ്ങനെ തയ്ച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്ന് ആ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വസ്ത്രങ്ങൾ തുന്നുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അമരാവതി, ബ്രഹ്മദേശ്വരം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള തെളിവുകളിൽ നിന്ന് സ്ത്രീകളും തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ വർഷത്തിന് ശേഷം നമുക്ക് നൂൽ നൂൽക്കുന്ന യന്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ അന്നുണ്ടായിരുന്ന ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു മംഗളകർമ്മ ആയതുകൊണ്ട് വിവാഹത്തില് സ്ത്രീകൾ ചുവന്ന വസ്ത്രം സാധാരണ ധരിച്ചിരുന്നു എന്നാണ് പറയണത്, അല്ലെ? അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോഴും റെഡ് സാരികൾക്കാണ് അത്ര ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും കാഞ്ചീപുരം ഒക്കെ റെഡ് ചില്ലി കളറിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്തുടരുന്ന ആ ഒരു സംസ്കാരത്തിന്റെ സ്വാധീനം തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ വിവാഹത്തിന് സ്ത്രീകൾ ചുവന്ന വസ്ത്രം, അതേപോലെ അപ്പൊ ചുവപ്പ് സമൃദ്ധിയുടെയും അതുപോലെ തന്നെ എന്താണ് നല്ല കാര്യം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ചുവപ്പിനെ കണ്ടിരുന്നത്. അതേപോലെ പരിശുദ്ധിയുടെ കളറായിരുന്നു കാവി, എന്ന് വെച്ചാല് ഈ സന്യാസിമാരൊക്കെ കാവി ധരിക്കുക. അതുപോലെ ത്യാഗത്തിന്റെ കളറാണ് വെള്ള എന്ന് പറയണത്. അതുപോലെ കറുപ്പിന്റെ അശുഭത്തിന്റെ കളറാണ് കറുപ്പ്. ഇപ്പോഴും നമുക്കറിയാലോ, നമ്മള് എന്താ പറയാ, അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ DP ബ്ലാക്ക് കളർ ആക്കുക എന്നുള്ളത്, അല്ലെ? വാട്സപ്പ് DP ഒക്കെ ബ്ലാക്ക് കളർ ആക്കുക. അപ്പൊ അതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പം ഈ വസ്ത്രധാരണ രീതിക്കായാലും വസ്ത്രത്തിന്റെ കളറിനായാലും ഒക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. സസ്യങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി അതേപോലെ നമ്മൾ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് പല സസ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. കുങ്കുമപ്പൂവ്, ഒരു ചുവന്ന കുരുവുള്ള മറ്റേ കുങ്കുമപ്പൂവല്ല, നമ്മൾ കഴിക്കുന്ന കുങ്കുമപ്പൂവല്ല, മറ്റൊരു കുങ്കുമം എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ട്. അപ്പൊ അതിനൊരു കായുണ്ട് റെഡ് കളറിൽ. അപ്പൊ അതേപോലെ എന്താണ് നീലയമരി, ഇൻഡിഗോ എന്ന് പറയും, ഒരു ഊത കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇത്തരം സസ്യങ്ങളൊക്കെ നമ്മൾ തുണികൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ വ്യത്യസ്ത തുണികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള നിർമ്മാണ രീതിയുണ്ട്. അതുപോലെ വ്യത്യസ്ത ഡിസൈനുകൾ, ചില പ്രദേശത്തിന് അവരുടേതായ ഡിസൈനുകൾ ഉണ്ട്. ഇപ്പൊ നമ്മള് കലങ്കാരി, ഇപ്പൊ കുറച്ചു കാലം മുന്നേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കലങ്കാരി, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ഇത് ആന്ധ്രാപ്രദേശിന്റെ ഒരു തനതായ ഡിസൈൻ ആണ് ഈ കലങ്കാരി ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ പ്രദേശത്തിനും അവരുടേതായ ഡിസൈന്, ഓരോ പ്രദേശത്തിനും എന്താണ് തുണികള് തുന്നിയെടുക്കാനുള്ള രീതി, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സാഹിത്യങ്ങള്. രണ്ട് തരത്തിലുള്ള സാഹിത്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒന്ന് മതപരമായിട്ടുള്ള സാഹിത്യങ്ങളും മറ്റൊന്ന് മതപരമല്ലാത്ത സാഹിത്യങ്ങളും. അപ്പൊ സാഹിത്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കാൻ പറ്റുക, മതപരവും മതേതരപരവും. ഓക്കെ, മതപരമായ സാഹിത്യങ്ങളും ഉണ്ടായിരുന്നു, മതേതരമായ സാഹിത്യങ്ങളും ഉണ്ടായിരുന്നു. മതപരമായ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണാണ് രാമായണ മഹാഭാരതം. ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്ന രാമായണവും മഹാഭാരതവും. ഇതിന് തന്നെ എന്തുണ്ടായിരുന്നു? പ്രാദേശിക വകഭേദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഓരോ ഭാഷയിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഈ രാമായണത്തെയൊക്കെ എന്താണ് ഓരോ ആളുകൾ അവരവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രാമായണം വാൽമീകിയാണ് രചിച്ചിട്ടുള്ളത്. അത് സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ് രാമായണം. പിന്നെ എന്താണ്, അതിനെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് തുളസീദാസ് ആണ്. രാമചരിതമാനസം എന്നുള്ള പേരില് ഇതിനെ ഹിന്ദിയിലേക്ക് തുളസീദാസ് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ എന്താണ്,
തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് കമ്പനാണ്, തെലുങ്കിലേക്ക് തർജ്ജമ ചെയ്തത് മൊല്ലയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ രാമായണം എന്ന് പറയുന്ന ഇതിഹാസത്തിന് എന്തുണ്ട്, പ്രാദേശിക വകഭേദങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിലേക്കും അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലേക്കും ഇത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് തർജ്ജമ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകൾക്ക് അത് രസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തിന്റെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം മലയാളത്തിൽ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ മണിച്ചിത്രത്താഴ് അല്ലെ, മണിച്ചിത്രത്താഴിനെ തമിഴിലേക്ക് മാറ്റിയെടുത്തപ്പോ, റീമേക്ക് ചെയ്തപ്പോ നമ്മുടെ ശോഭന അഭിനയിച്ചതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ആരഭിനയിച്ചിട്ടുണ്ട്, ജ്യോതിക അഭിനയിച്ചിട്ടുണ്ട്. കാരണം തമിഴന്മാർക്ക് കുറച്ച് ഓവർ ആക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ അതുപോലെ എന്താണ്, ഓരോ പ്രദേശത്തിന്റെയും സംസ്കാരത്തിന് ചേരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, ചെറിയ ചെറിയ മാറ്റങ്ങളോടൊക്കെ കൂടിയിട്ട് നമ്മുടെ സാഹിത്യത്തിനൊക്കെ വകഭേദങ്ങള് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭക്ഷണം, നമ്മുടെ ഒരു ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിന്റെയും വിളകൾക്കനുസരിച്ചാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ മണ്ണ്, ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിള അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് അല്ലെ. അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഗോതമ്പാണ്. അപ്പോ ഓരോ പ്രദേശത്തിനനുസരിച്ചും, ഓരോ പ്രദേശത്തും ഏതൊക്കെ വിളകളാണോ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ചാണ് ഓരോ സ്ഥലത്തെയും ഭക്ഷണ പാരമ്പര്യം കിടക്കുന്നത് എന്നുള്ളതാണ്. മൺകലങ്ങളാണ് വെള്ളം ശേഖരിക്കാനും അതുപോലെ ധാന്യങ്ങൾ സംഭരിക്കാനും ഒക്കെ അന്ന് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ അരി ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ. ഇനി നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക്, വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഗോതമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭക്ഷണങ്ങളുമാണ്. ഇനി തീരപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ താനൂര് തിരൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പോലെ എന്താണ്, ഒരു ചോറ്, ഒരു പച്ചക്കറി കൂട്ടാൻ, പിന്നെ ഒരു ഉപ്പേരി, ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചോറുണ്ടാവും, മീൻകറി ഉണ്ടാവും, മീൻ പൊരിച്ചത് ഉണ്ടാവും അല്ലെ. അതാണ് അവരുടെ പ്രധാന ഭക്ഷണം. അപ്പൊ തീരപ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ മത്സ്യമാണ് അവരുടെ പ്രധാന ഭക്ഷണം. പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിലേക്ക് കുറെ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടി എന്താണ് നമുക്ക് എഴുതി മറക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പം നമ്മളുടെ ഗൾഫ് സ്വാധീനം നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ കാണാൻ പറ്റും അല്ലെ. നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് മന്തി കടകള്, അതുപോലെ എന്താണ് കബ്സ, പിന്നെന്താണ് ഷവർമ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഭക്ഷണത്തിലും എന്ത് നടന്നിട്ടുണ്ട്, സാംസ്കാരിക കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഓരോ പ്രദേശത്തിന്റെയും വിളകൾക്കനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രധാന ഭക്ഷണ രീതി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, സാംസ്കാരിക വിനിമയത്തിൽ ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാംസ്കാരിക വിനിമയം എങ്ങനെയാണ് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ സാംസ്കാരിക വിനിമയത്തില് നമ്മുടെ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായി മിക്സ് ചെയ്യപ്പെടുക, നമ്മൾ മറ്റു സംസ്കാരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, ഇതിലൊക്കെ ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ്. ഭാഷയ്ക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലെ. മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയാണ് ഭാഷ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയമാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയ കൈമാറ്റത്തില് എന്തിന് പ്രധാന റോളുണ്ട്, ഭാഷയ്ക്ക് പ്രധാന റോളുണ്ട്. അപ്പോ ഒരേ ഭാഷ സംസാരിക്കുന്നവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു സാമൂഹിക ഐക്യം ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മള് ഭാഷാടിസ്ഥാനത്തിലാണ് കേരളമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്, നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ ഒരു 1 വേർഡ് പോയിന്റ് ഓർത്ത് വെക്കുക. ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ആന്ധ്രാപ്രദേശ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ
എന്താണ് ഒരേ ഭാഷ സംസാരിക്കുന്നവർ തമ്മിൽ സാമൂഹികമായിട്ടുള്ള ഐക്യമുണ്ടാവും എന്നറിയാം. ഇനി നമുക്കറിയാം കേരളത്തിൽ എല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ്, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കേരളീയരാണ് എന്നുള്ള ഒരു ഐക്യമുണ്ട്. എങ്കിൽ പോലും നമ്മള് ഓരോ പ്രദേശത്തും സംസാരിക്കുന്നത് ഓരോ തരം മലയാളമാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓരോ ഗോത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങൾക്കും എന്തുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട് എന്ന് പറയാൻ പറ്റും. ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പം എന്താ എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്റെ വീട് പട്ടാമ്പിയാണ്. അപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് മലപ്പുറത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ രണ്ടിന്റെയും ഒരു മിക്സ് എന്റെ സംസാരത്തിൽ ഉണ്ടാവും. അപ്പൊ മലപ്പുറത്തുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെയല്ല കാസർഗോഡുള്ള ആളുകൾ സംസാരിക്കുക, അതുപോലെയല്ല കണ്ണൂരുള്ള ആളുകൾ സംസാരിക്കുക, അതുപോലെയല്ല തിരുവനന്തപുരത്തുള്ള ആളുകൾ സംസാരിക്കുക. അപ്പൊ നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുന്നവർ തമ്മിൽ സാമൂഹിക ഐക്യം ഉണ്ടെങ്കിൽ പോലും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കും എന്താണ് വ്യത്യസ്ത ഭാഷകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ആധുനിക രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ പ്രദേശങ്ങൾക്ക് ഒരേ ഭാഷയും സംസ്കാരവും രൂപപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ നമ്മള് പല നാട്ടിലും പല ഭാഷകളുമാണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ അറിയാവുന്ന ഒരു മലയാളം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നു, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടുന്നു, അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം ഒരേ രൂപത്തിലുള്ള ഒരു ഭാഷയിലേക്കും അതേപോലെ ഒരു സംസ്കാരത്തിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഒരേ ഭാഷയ്ക്ക് പ്രാദേശികമായ വകഭേദങ്ങൾ കാണാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ പിന്നെ എന്താണ്, ആശയവിനിമയത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചത് എഴുത്ത് ഭാഷ കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഒരു എഴുത്തു ഭാഷ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ആശയവിനിമയത്തിന്റെ ഒക്കെ ഒരു വ്യാപ്തി വർദ്ധിച്ചു എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരാളോട് ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നുണ്ട് അല്ലെ. പിന്നെ ഞാൻ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതിലൂടെ അത് ഒന്നുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രധാന രേഖകളൊക്കെ ഇങ്ങനെ പണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ഏറ്റവും പണ്ട് എന്താണ്, ഈ കൽഫലകങ്ങളിലും പാറകളിലൊക്കെ പ്രധാന രേഖകൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 16-ാം നൂറ്റാണ്ടോടൊക്കെ കൂടിയിട്ട് അതിന്റെയൊക്കെ ഒരു മധ്യത്തോട് കൂടിയിട്ട് നമ്മൾ പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചു. പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഇതിങ്ങനെ അച്ചടിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യകാലത്ത് കയ്യെഴുത്ത് പ്രതികളായിരുന്നു, പിന്നെ പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നമ്മൾ അച്ചടിച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്താണ് ഈ കമ്പ്യൂട്ടറും സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നമ്മളത് ഒന്നുകൂടി എന്താണ് ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോ 19-ാം പ്രിന്റിംഗ് പ്രസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 19-ാം നൂറ്റാണ്ടില് വന്നിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ്സുകളാണ്. പ്രിന്റിംഗ് പ്രസ്സുകള് നമ്മൾ പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് പ്രിന്റിംഗ് പ്രസ്സുകൾ തുടങ്ങി. ഒരുപാട് പ്രാദേശിക പത്രങ്ങൾ 19-ാം നൂറ്റാണ്ടില് ഇന്ത്യയിലൊക്കെ നിലവിൽ വന്നു. ഈ പ്രാദേശിക പത്രങ്ങളിലൂടെ നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന അനാചാരങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പത്രങ്ങളിൽ വരാൻ തുടങ്ങി. അതുപോലെ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് നമ്മൾ അറിയാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെ പ്രാദേശിക ഭാഷകളിലുള്ള പത്രങ്ങൾ വായിച്ചിട്ട് ആൾക്കാർ എന്താണ് നമ്മുടെ നാട്ടില് നല്ലതല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് മാറ്റാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു. അപ്പൊ നമ്മള് അവരെ കണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ നാട്ടില് ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അടുത്തത് സംഗീതമാണ്. സംഗീതം സംസ്കാരത്തെ വഹിക്കുന്ന വാഹനം. മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഓഫ് കൾച്ചർ എക്സ്പ്ലെയിൻ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ മ്യൂസിക് എങ്ങനെയാണ് എ വെഹിക്കിൾ ഓഫ് കൾച്ചർ ആവുന്നത്, അല്ലെങ്കിൽ സംസ്കാരത്തെ വഹിക്കുന്ന ഒരു വാഹനമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. മ്യൂസിക്കിന്റെ ഒരു പാസ്റ്റ് എടുത്തു കഴിഞ്ഞാല് പ്രാചീന മനുഷ്യര് കൈകൾ കൊണ്ട് കൊട്ടിയിട്ടും അതുപോലെ വടികൊണ്ട് തറയിൽ അടിച്ചിട്ടൊക്കെയാണ് ഓരോ താളങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. താളബോധമുള്ള മനുഷ്യരാണല്ലോ നമ്മളൊക്കെ അല്ലെ. അപ്പോ പണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരിങ്ങനെ നമുക്ക് ഒരു താളബോധം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ കൈകൾ കൊട്ടിയിട്ടും വടികൾ കൊണ്ട് തറയിൽ അടച്ചിട്ടൊക്കെ എന്താണ് താളങ്ങൾ ഉണ്ടാക്കി, പതിയെ പതിയെ താളങ്ങൾ ഉണ്ടാക്കി. പിന്നീട് എന്താണ് പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇന്ന് നമുക്കറിയാം എന്താണ് പല വിധത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ ഫോക്ക് സംഗീതങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫോക്ക് സംഗീതം എന്ന് വെച്ചാല് ഈ എന്താണ്
കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. കൊയ്ത്ത് പാട്ടുകളൊക്കെ ഈ ഫോക്ക് സംഗീതത്തിൽ വരുന്നതാണ്. കൃഷിയുടെ അഭിവൃദ്ധിയെ കുറിച്ച്, അതേപോലെ മഴയുടെ വരവിനെ കുറിച്ച്, കൊയ്ത്ത് കാലത്തെ കുറിച്ച്. അപ്പൊ ഓരോ സമയത്തും പാടുന്ന പാട്ടുകൾ വ്യത്യാസമാണ്. വിതയ്ക്കുന്ന കാലത്ത് പാടുന്ന പാട്ടുകൾ വ്യത്യാസമായിരിക്കും, കൊയ്യുന്ന കാലത്ത് പാടുന്ന പാട്ടുകൾ വ്യത്യാസമായിരിക്കും. അപ്പം ഇങ്ങനെ എന്താണ്, ഫോക്ക് സംഗീതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കാരത്തെ വഹിക്കുന്ന ഒരു വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ ജോലിയുമായി ഏർപ്പെട്ടിരിക്കുന്നവര് ആലപിക്കുന്ന ഗീതങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇപ്പൊ കൃഷിക്കാര് പാടുന്ന അവരുടെ പാട്ടുകൾ ഉണ്ടാവും, ഇപ്പൊ മറ്റു ജോലി ചെയ്യുന്ന ആളുകൾ പാടുന്ന അവരുടെ പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ തൊഴിലുകൾക്കും ആ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പാട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇനി ഇത് സംസ്കാരത്തെ വഹിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പാട്ട്, നമ്മുടെ നാട്ടിലുള്ള ഒരാള് വേറൊരു നാട്ടിൽ പോയി പണിയെടുക്കുമ്പോ അവിടെയുള്ള സംഗീതം കേൾക്കും, നമ്മുടെ സംഗീതം അയാളുടെ കയ്യിലുണ്ടാവും അല്ലെ. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു പുതിയ തരത്തിലുള്ള സംഗീതം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്, ഒരു പുതിയ കൾച്ചർ അവിടെ രൂപപ്പെട്ടു. ഇതൊക്കെയാണ് ഈ ഒരു മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഓഫ് കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുദാഹരണമാണ് നമ്മൾ പറയുന്നത്, സൂഫികളുടെ ഭക്തി ഗീതത്തെയാണ് കവാലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹിന്ദുക്കളുടെ ഭക്തിഗീതത്തെ ഭജന എന്ന് വിളിക്കും, സൂഫികളുടെ ഭക്തിഗീതങ്ങളെ ഖവാലി എന്ന് വിളിക്കും. അതുപോലെ എന്താണ്, താളം സൃഷ്ടിച്ചു, നമ്മൾ എന്താണ് ഈ സംഗീത വാദ്യോപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. പിന്നീട് എന്താണ്, ക്ലാസിക്കൽ സംഗീത രീതി വികാസം പ്രാപിച്ചു. അപ്പോ പിന്നെ ക്ലാസിക്കൽ സംഗീതം എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടായപ്പോ അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങള്, വ്യാകരണങ്ങള്, പിന്നെ എന്താണ്, അത് കൃത്യമായിട്ട് പരിശീലിപ്പിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലവിൽ വന്നു. അപ്പൊ ഫോക്ക് സോങ് ആവുമ്പോ അതിന് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, നിയമങ്ങളും വ്യാകരണങ്ങളും സംഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കൊയ്ത്തുപാട്ടൊക്കെ ഇങ്ങനെ കർഷകർ പാടുന്നത് കേട്ടിട്ട് പിന്നെന്താ, നമ്മൾ അങ്ങനെ കേട്ടു പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഈ ക്ലാസിക്കൽ സംഗീതമൊക്കെ വികസിച്ച് വരുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്താണ്, കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. സാ എന്ന് പറയുമ്പോ കേറ്റണം, രീ എന്ന് പറയുമ്പോ ഇറക്കണം, അങ്ങനെ എന്താണ് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും, അതിന് കൃത്യമായിട്ടുള്ള ഗ്രാമർ ഉണ്ടാവും, അത് കൃത്യമായിട്ട് പരിശീലിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലവിൽ വന്നു. പിന്നെ ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അങ്ങനെ എന്താണ്, സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമാ ഗാനങ്ങൾ, പുതിയ രൂപത്തിലുള്ള ഒരു സംഗീത ശൈലി നിലവിൽ വന്നു. അതാണ് സിനിമാ ഗാനങ്ങൾ, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനെ എന്താണ്, ഈ ഒരുപാട് മെലഡികളൊക്കെ നമുക്കുണ്ട് അല്ലെ. ഇന്ത്യൻ വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരുപാട് മെലഡികളൊക്കെ ഉണ്ട്. അപ്പൊ സാധാരണ സിനിമാ ഗാനങ്ങൾ നിലവിൽ വന്നു. പിന്നെ സിനിമാ ഗാനങ്ങൾ തന്നെ എന്താണ്, ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സിനിമാ ഗാനങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രദേശത്തെയും അവിടുത്തെ ആളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സംഗീതം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കിടക്കുന്ന ആളുകൾ എന്താണ്, ഒരു മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ പ്രദേശങ്ങളെയും ആളുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സംഗീതം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കേരളത്തിന്റെ കൾച്ചറിനെ കുറിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളെ മലയാളം പാട്ടുകളൊക്കെ കൂടുതലും പറയുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ പോർഷൻ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചാപ്റ്റർ ആണ് ബാക്കിയുള്ളത്. അപ്പൊ അതെന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. അപ്പൊ എടുത്തു കഴിഞ്ഞ 2 ചാപ്റ്റർ ഉണ്ട്, അതിന്റെ കൂടെ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് മറ്റേ കൊളോണിയൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് അത്രയ്ക്കുള്ള സമയം ഇപ്പൊ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ 4 ചാപ്റ്റർ കവർ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അത് കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ചാപ്റ്ററും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ തീരും. അത് കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ക്ലാസ് ഒന്നുകിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്നാ നിർത്തട്ടെ. മാം, പറയൂ. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോ അതിന്റെ മലയാളം കൂടി ഉണ്ടാവോ? ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മലയാളം മീനിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത്രയും മതി. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് അതിന്റെ മലയാളം മീനിങ്ങും പറഞ്ഞുതരും. പിന്നെ ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ്, കൃത്യമായിട്ട് ചാപ്റ്റർ അല്ല, പക്ഷെ ഏകദേശം ഏത് മൊഡ്യൂളിൽ നിന്നാണ് വരുന്നത് എന്നും പറഞ്ഞുതരും. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഴിഞ്ഞു.